ഇന്ന് ഡേ ഇൻ മൈ ലൈഫിൽ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇപ്പൊ രാവിലെ ഏകദേശം ഒരു 8:30-9 മണി ആയിട്ടുണ്ടാവും. എന്റെ പൂച്ചക്കുട്ടന്മാർക്കൊക്കെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാഴയിലൊക്കെ വെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് അവർക്ക് ചിക്കനും ചോറുമാണ് കൊടുക്കാൻ പോകുന്നത്. മിക്ക ദിവസങ്ങളിലും അവർക്ക് ചിക്കനും ചോറും തന്നെയായിരിക്കും, ചില ദിവസങ്ങളിൽ മീനും ചോറും ആയിരിക്കും. ഈ ചോറ് അധികം പൂച്ചക്കുട്ടികൾക്ക് കൊടുക്കരുത് എന്നാണ് പറയുക. പക്ഷെ എനിക്ക് ഒരുപാട് പൂച്ചക്കുട്ടന്മാരുള്ളത് കൊണ്ട് ചോറ് കൂട്ടാണ്ട് വേറെ എനിക്ക് ഓപ്ഷൻ ഇല്ല. അപ്പൊ അത് കാരണം ഞാൻ ചോറും ഇപ്പൊ ചിക്കനാണോ മീനാണോ രണ്ടും ഒരേ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട്, അല്ലെങ്കിൽ ചിക്കനോ മീനോ കുറച്ചും കൂടി അധികം എടുത്തിട്ട് അങ്ങനെയാണ് ഞാൻ അവർക്ക് കൊടുക്കുക. അപ്പൊ ഈ കഴിച്ചോണ്ടിരിക്കണവന്മാരൊക്കെ പുറത്തുള്ളവരാണ് കേട്ടോ. അതായത് ഈ കൂട്ടി കിടന്ന് ഒച്ചപ്പാടും ബഹളം ആക്കുന്നവരാണ് എന്റേത്. ഇതുപോലെ തന്നെ വേറൊരു കൂടും കൂടി ഉണ്ട്, അതിൻ്റെ അകത്തും വേറെ ആൾക്കാരുണ്ട്. ഇത് കാണുന്ന പോലെയല്ല, അത്യാവശ്യം ഒരു വലിപ്പമുള്ള കൂടാണ്. നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ഇത്തിരി ചെറുതായിട്ട് തോന്നും, പക്ഷെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കൂടാണ്. ഇപ്പൊ മുകളിലും ഒരു 10 എണ്ണത്തിന് സുഖമായിട്ട് കിടക്കാം, താഴെ ഒരു 10 എണ്ണത്തിന് സുഖമായിട്ട് കിടക്കാം. നടുക്കിലൂടെ ഒരു ചെറിയ ഡോറൊക്കെ വെച്ചിട്ടുണ്ട്, അപ്പൊ അവർക്ക് മുകളിലും താഴേക്കൊക്കെ സുഖമായിട്ട് ചാടി ഓടിയൊക്കെ കളിക്കുക. അപ്പൊ രാത്രിയാണ് ഞാൻ ഇവരെ കൂട്ടുകയറ്റുക, പകല് അഴിച്ചു വിടും. പകലെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അങ്ങനെ അഴിച്ചു വിടൂല, കുറച്ച് സമയമൊക്കെ കറങ്ങാനൊക്കെ ഒന്ന് വിട്ടിട്ട് പിന്നെ ഞാൻ കൂട്ടി തന്നെയാക്കും. 2 നേരമായിട്ടാണ് അഴിച്ചു വിടുക. രാവിലെ കുറച്ചു നേരം അഴിച്ചു വിടും, വൈകുന്നേരം അഴിച്ചു വിടും. അപ്പൊ കൂട്ടിന്ന് ഇറങ്ങിയ ഒരു സന്തോഷത്തിനാണ് എല്ലാവരും. ഇത്രയും പൂച്ചക്കുട്ടന്മാരെ ഞാൻ വളർത്തുന്ന കാണുമ്പോ കുറെ പേര് എന്നോട് കൗതുകത്തിൽ വന്ന് ചോദിക്കും, ഇത് എവിടുന്നാ നിങ്ങൾ, എങ്ങനെയാ നിങ്ങൾക്ക് ഇത്രയും പൂച്ചകൾ ഉണ്ടായത് എന്നൊക്കെയുള്ള. അപ്പൊ അതിന്റെ ഒരു കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കഴിഞ്ഞ കൊറോണ സമയത്ത് ഞങ്ങള് ഒരു വീട്ടില് വാടകയ്ക്ക് താമസിക്കാൻ ചെന്നിരുന്നു. ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പൊ ആ സമയത്ത് വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ തൊട്ടടുത്ത വീട്ടിലുള്ളവര് അവരുടെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്, പിള്ളേർ സ്കൂളിൽ പോണില്ലല്ലോ, അപ്പൊ പിള്ളേർക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു പൂച്ചേനെ കൊണ്ടുവന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോ ആ പൂച്ചയ്ക്ക് സ്കിന്നിന് ഇങ്ങനെ രോമമൊക്കെ കൊഴിഞ്ഞിട്ട് വട്ടത്തില് ചൊറി പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാൻ തുടങ്ങി. അതോട് കൂടിയിട്ട് ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പൂച്ചേനെ വീട്ടിൽ കയറ്റണ്ടായി, പിള്ളേർക്ക് വല്ല അസുഖമൊക്കെ പിടിച്ചാലോ എന്ന് വെച്ചിട്ട്. പിന്നെ അതിന് ഭക്ഷണവും കൊടുക്കാണ്ട് അതിനിങ്ങനെ ഓടിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്കാകെ സങ്കടമായി. കാരണം അത് വിശന്നിട്ട് അവരുടെ വീടിന് ചുറ്റും ഇങ്ങനെ നടക്കാൻ തുടങ്ങി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഭക്ഷണം കൊടുത്തു തുടങ്ങി. അപ്പൊ എന്റെ അമ്മയ്ക്കാണെങ്കിൽ പൂച്ച നായ്ക്കള് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അമ്മ എന്നോട് എപ്പോഴും ചോദിക്കുമായിരുന്നു, ഞാനൊരു പൂച്ചക്കുട്ടീനെ എടുത്ത് വളർത്തട്ടെ, ഒരു നായ്ക്കുട്ടീനെ എടുത്ത് വളർത്തട്ടെ എന്നൊക്കെ. പക്ഷെ അമ്മയ്ക്ക് ആരോഗ്യപരമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ, കുറച്ചല്ല കുറച്ച് അധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഞാൻ അതിന് സമ്മതിച്ചിരുന്നില്ല. അങ്ങനെ നമ്മള് ഈ പൂച്ചയ്ക്ക് എന്ത് ചെയ്തു വെച്ചാൽ 3 നേരം ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയതോടെ ഇവള് മെല്ലെ നമ്മളോട് അങ്ങനെ ഒട്ടി നിൽക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം രാത്രി നമ്മുടെ കട്ടിന്റെ അടിയിൽ കിയാന്നുള്ള ബഹളം കേട്ട് ഞാൻ നോക്കിയപ്പോൾ അവള് 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടേക്കായിരുന്നു. പൂച്ചക്കുട്ടികളെ കണ്ടതോടെ എന്റെ അമ്മയുടെ കുറെ അസുഖങ്ങൾക്ക് കുറവായി. അതായത് അമ്മക്ക് BP ഉണ്ടായിരുന്നു, ഷുഗർ ഉണ്ടായിരുന്നു. അമ്മ ഒരു 17-18 വർഷത്തോളായിട്ട് കിടപ്പായിരുന്നു, സ്ട്രോക്ക് വന്നിട്ട്. നമ്മൾ ചെയ്യാത്ത ചികിത്സകളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പുള്ളിക്കാരി അങ്ങ് റിക്കവർ ആയില്ല. എന്തെങ്കിലുമൊക്കെ ഒരു അസുഖങ്ങളായിട്ടൊക്കെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഈ പൂച്ചക്കുട്ടന്മാര് വന്നതോടെ, അവരുടെ കളിയും ചിരിയൊക്കെ തുടങ്ങിയതോടെ അമ്മ എപ്പോഴും ഹാപ്പി ആയിരുന്നു എല്ലാ സമയങ്ങളിലും. ഇപ്പൊ അമ്മയ്ക്ക് എന്നെയും എന്റെ ബ്രദറിനെക്കാട്ടും ഓർമ്മയുണ്ടായിരുന്നത് പൂച്ചക്കുട്ടന്മാരായിരുന്നു. ആ 2 പൂച്ചക്കുഞ്ഞുങ്ങള്, അമ്മ പൂച്ചയല്ല, 2 പൂച്ചക്കുഞ്ഞുങ്ങളെ കാര്യത്തിൽ അമ്മ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു, അമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതോട് കൂടിയിട്ട് പിന്നെ എനിക്കും അവരോടുള്ള ഒരു ഒരു അകൽച്ച മാറിക്കിട്ടി. പിന്നെ നമ്മൾ അവരെ നോക്കാൻ തുടങ്ങി. അങ്ങനെ ആ 2 പൂച്ചക്കുഞ്ഞുങ്ങളിൽ നിന്നാണ് ഈ കാണുന്ന ഇവന്മാര് മൊത്തം ഉണ്ടായത്. അതിലൊരാള് പ്രസവിച്ചു. ഒരു പെണ്ണും ഒരു ആൺകൊച്ചുമായിരുന്നു ആദ്യത്തെ 2 പൂച്ചക്കുട്ടന്മാരിൽ ഉണ്ടായിരുന്നത്. ഒരു അവള് പ്രസവിച്ച് അതിൻ്റെ അകത്ത് ഈ നിക്കണ നായ്ക്കുട്ടി നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു വീട്ടിലെ നായ്ക്കുട്ടി. അപ്പൊ എന്റെ പൂച്ചക്കുട്ടന്മാർക്ക് ഫുഡ് കൊടുക്കുന്ന സമയമാകുമ്പോഴത്തേനും അവനും വരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താന്ന് ഞാൻ പറഞ്ഞത്, അങ്ങനെ പിന്നെ അവരിൽ നിന്ന്, ആ 2 പൂച്ചക്കൂട്ടന്മാരിൽ നിന്നാണ് ഈ കാണുന്നവര് എല്ലാരും ഉണ്ടായത്. അപ്പൊ ഇവരെ പലരും ചോദിക്കും എന്നോട്, ഇവരെന്തിനാ ഇങ്ങനെ വളർത്തുന്നത്, കൊണ്ടുപോയി കളഞ്ഞൂടെ എന്നുള്ളത്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നണില്ല. കാരണം ആ ഒരു പൂച്ച ഭക്ഷണം കിട്ടാണ്ട് എത്രത്തോളം അത് വിശന്ന് നടന്നിരുന്നു എന്നുള്ളത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അപ്പൊ ഇവരെ ഞാൻ കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാലും ഇവരും അതേപോലെ നടക്കുമല്ലോ എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക് വരുന്നത്. അത് കാരണം ഇവരെ കളയാൻ ഞാൻ അന്നേ ഞാൻ റെഡിയല്ല. ഇപ്പൊ ഞാൻ ഒട്ടും ചെയ്യൂല. കാരണം ഇപ്പൊ ഞാൻ ഇവരെ സ്നേഹിച്ചു പോയി. എന്താ, ഒരാള് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് അപ്പിയൊക്കെ ഇട്ട് മാന്തിക്കൂട്ടി വെക്കണേന് അതൊക്കെ ഇവര് പെർഫെക്റ്റ് ആണ് കേട്ടോ. അപ്പിയൊക്കെ ഇട്ട് കഴിഞ്ഞാല് മാന്തിക്കൂട്ടി വെക്കും.
പിന്നെ കുഞ്ഞുങ്ങളാകുമ്പോഴാണ് നമുക്ക് അകത്ത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കണത്. അപ്പൊ ഞാൻ ഈ ഇവരുടെ ഒരു ലിറ്റർ പൗഡർ ഉണ്ട്, എല്ലാവർക്കും അറിയാലോ, അതൊക്കെ വാങ്ങിയിട്ട് കൊടുക്കും. പിന്നെ ഒരു ഇച്ചിരി വലുതാകുമ്പോൾ നമ്മളൊന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവന്മാര് പുറത്ത് തന്നെ പോയിട്ട് അപ്പിയും മൂത്രമൊക്കെ ഇട്ട് വന്നോളും. ഇതാ ഇപ്പൊ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് കളിയുടെ സമയമാണ്. വെയിലൊക്കെ വന്നു തുടങ്ങി. അപ്പൊ വെയിലത്തൊക്കെ കിടന്ന് ഉരുണ്ടും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ഉള്ള കളിയാണ്. പിന്നെ ഇവളാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ, രണ്ട് കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് ഉണ്ടായാല് ഒരു പെൺപൂച്ച, അത് ഇവളാണ്. ഇവളെ കെട്ടിയിടണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ ഇങ്ങനെ വീട് മാറി മാറി താമസിക്കുന്നതുകൊണ്ട് തന്നെ ഇവള് ഓടിപ്പോവാനുള്ള സാധ്യത കുറച്ച് അധികമാണ്. മറ്റുള്ളവരൊക്കെ നമ്മളോട് ചേർന്ന് നിൽക്കുമെങ്കിലും കൂടി ഇവൾ ഓടിപ്പോയി കളയും. പോയി കഴിഞ്ഞാൽ തന്നെ ഇവക്ക് വഴി തെറ്റുകയും ചെയ്യും. അപ്പൊ അത് കാരണം ഇവളെ ഇടയ്ക്ക് കെട്ടിയിടും. എന്താ ഈ സ്കൂട്ടറിന്റെ, എന്റെ അനിയന്റെ ടൂ വീലറിന്റെ ആ സീറ്റൊക്കെ മാന്തി പറിച്ചിട്ടേക്കണേണ്. അപ്പൊ അവന് ഉപയോഗിക്കണ ഒരു വണ്ടി ഉണ്ട്, അത് തൊടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവന്റെ പഴയ വണ്ടി അവിടെ വെച്ചു കൊടുത്തേക്കണേണ്, ഒരു ടയറും. കാരണം ഇവർക്ക് നഖം ഇങ്ങനെ കിരികിരിക്കുമ്പോ ഇവർ എന്തിന്റെ പുറത്തെങ്കിലും ഇങ്ങനെ മാന്തും. അപ്പൊ ആ പഴയ വണ്ടിയുടെ സീറ്റ് അങ്ങനെ തന്നെ വെച്ചു കൊടുത്തേക്കാണ്, എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാരും കളിയിലാണ്. ഞാൻ പറമ്പിലൊക്കെ കുറെ ഓലകൾ ഇങ്ങനെ വെതറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഓല ഇങ്ങനെ കിരികിരി കിരികിരി എന്ന് സൗണ്ട് ഉണ്ടാകുമ്പോൾ ഇവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ ഓലയുടെ ഇടയിൽ കൂടിയൊക്കെ ഇങ്ങനെ ഓടിച്ചാടി കുറച്ചു നേരമൊക്കെ കളിച്ച്, പിന്നെ വയറ് നിറഞ്ഞിരിക്കണോണ്ട് തന്നെ വേഗം ക്ഷീണം വരും. അപ്പൊ പിന്നെ ഓടിച്ചാടി കുറച്ചു നേരം കളിച്ച് എവിടെയാണോ കിടക്കണത് അവിടെ തന്നെ അങ്ങ് കിടന്നുറങ്ങാൻ നോക്കുമ്പോൾ ഞാൻ മെല്ലെ പിടിച്ചിട്ട് കൂട്ടിലാക്കും. അപ്പൊ ഇവര് കളിക്കാൻ പോണ സമയത്താണ് ഇവരുടെ കൂട് വൃത്തിയാക്കൽ എന്ന് പറഞ്ഞ ജോലി എനിക്ക്. അത്യാവശ്യം രാത്രി മുഴുവൻ ഇവർ കിടക്കണോണ്ട് തന്നെ രാത്രി ഭക്ഷണം കഴിച്ചതിന്റെ ഒക്കെ ഇവർക്ക് അപ്പിയിടാനും മൂത്രമൊഴിക്കാനൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ ചെയ്യണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൂച്ച വളർത്തലില് നമുക്ക് ഏറ്റവും വലിയൊരു ടാസ്ക് ആണ് ഇവരുടെ അപ്പിയും മൂത്രവും ക്ലീൻ ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഞാൻ ചെയ്യണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവരുടെ കൂടിന്റെ ഒരു സൈഡില് അത്യാവശ്യം കട്ടിക്ക് ന്യൂസ് പേപ്പർ ഇടും. അപ്പൊ ഇവന്മാരെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ ന്യൂസ് പേപ്പറിൽ ഒന്നും രണ്ടും ഒക്കെ ചെയ്തു വെച്ചേക്കും. അപ്പൊ നമുക്കത് ക്ലീൻ ചെയ്യാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും. ആ ന്യൂസ് പേപ്പർ ഇങ്ങനെ നാല് വശത്തും ഇങ്ങനെ മടക്കി എടുത്തു കഴിഞ്ഞാല് അതങ്ങ് അപ്പിയും മൂത്രമൊന്നും പുറത്ത് പോകാണ്ട് അതങ്ങ് കിട്ടിക്കോളും. അപ്പൊ അത് ഞാൻ വേറൊരു പേപ്പറിൽ തന്നെ കളക്ട് ചെയ്ത് വെച്ചിട്ട് ചാക്കിലോ എന്തെങ്കിലും ആക്കി വെച്ചേക്കും. ഇത് അത്യാവശ്യം ഉണങ്ങുമ്പോൾ ഒരു ഇച്ചിരി മണ്ണെണ്ണയോ പെട്രോളോ അങ്ങ് ഒഴിച്ചു കഴിഞ്ഞാല് സ്മെല്ലൊന്നും ഉണ്ടാവാറില്ല. സ്മെല്ലൊന്നും ഇല്ലാണ്ട് അതങ്ങ് കത്തിപ്പോയിക്കോളും. മഴക്കാലത്താണ് ഞാൻ അത്യാവശ്യം നന്നായിട്ട് കഷ്ടപ്പെടുക. കാരണം അപ്പൊ എനിക്ക് ഇവരുടെ ആ ലിറ്റർ പൗഡർ ഒക്കെ വാങ്ങേണ്ടി വരും. അതാണെങ്കിൽ ഒരുപാട് കാശ് ചെലവുള്ള ഒരു പരിപാടിയാണ്. പിന്നെ അങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷം സോപ്പും വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് കൂടൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇടും. ഇപ്പൊ വേനലായതുകൊണ്ട് തന്നെ ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ കൂട് ഉണങ്ങി കഴിയും, ഉണങ്ങി ക്ലീൻ ആയി കിട്ടും. ഇവർക്ക് രണ്ട് കൂടുണ്ട്. ഈ കാണുന്നത് വലിയ ആൾക്കാർ കിടക്കുന്ന കൂടാണ്. അപ്പൊ ആ കൂടും സെയിം അതേപോലെ തന്നെ ഞാൻ ക്ലീൻ ചെയ്തിട്ടേക്കും. അങ്ങനെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവന്മാര് മരത്തിലൊക്കെ കയറി കളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ വയറ് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഓട്ടവും ചാട്ടവും ഒക്കെ കഴിയുമ്പോഴേക്കും ഇവർക്ക് വേഗം ക്ഷീണം വരും. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മെല്ലെ കൂടിന്റെ സൈഡിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കാനൊക്കെ പതുങ്ങി പതുങ്ങി വരുമ്പോ മെല്ലെ പിടിച്ച് കൂട്ടി കയറ്റും. ചിലവന്മാര് സ്വന്തം തന്നെ ഉറക്കം വരുമ്പോ കൂട്ടിലോട്ട് കയറും. പക്ഷെ ചിലവർക്ക് സ്വന്തം തന്നെ കൂട്ടി കയറാൻ മടിയാണ്. അങ്ങനെയുള്ളവരെ നമ്മൾ പെറുക്കി തന്നെ കൂട്ടി കയറ്റണം. അതൊരു വലിയ പണിയാണ്. എൻ്റെ ഒരു ദിവസത്തില് നല്ലൊരു പങ്കും ഇവരെ കൂട്ടി നിറക്കുക, ഇവരുടെ കൂട് ക്ലീൻ ചെയ്യുക, ഇവർക്ക് ഫുഡ് കൊടുക്കുക, അങ്ങനെയുള്ള പരിപാടികൾക്കാണ് പോണത്. ഈ ഫുഡ് കൊടുക്കലും കൂട്ടി നിറക്കലും വലിയ ടാസ്ക് അല്ല. പക്ഷെ തിരിച്ച് ഇവരെ കൂട്ടി കയറ്റുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര വലിയ ടാസ്ക് ആണ്. കൂട്ടി കയറ്റാണ്ട് നിവൃത്തിയില്ല. കാരണം പട്ടികളൊക്കെ ഉള്ളത് കൊണ്ടും പിന്നെ തൊട്ടു മുന്നിൽ റോഡ് ഉള്ളത് കൊണ്ടും അങ്ങോട്ടൊക്കെ ഇറങ്ങി പോയിട്ടൊക്കെ അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത് കണ്ടോ, തറയിലേക്ക് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ അവിടെ അങ്ങ് കിടന്നുറങ്ങും. ചിലവരൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പൂച്ചകള് ഉയരത്തിലേ കിടക്കുള്ളൂ എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഇവന്മാരങ്ങനെയൊന്നുമല്ല. ചിലപ്പോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന പാത്രത്തിൽ തന്നെ കിടന്നുറങ്ങണ കാണാം. ഇപ്പൊ തറയിൽ കിടക്കുന്നത് പെട്ടെന്ന് നായ്ക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഡേഞ്ചർ ആയതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ കിടന്നുറങ്ങണവന്മാരെയൊക്കെ പെറുക്കി കൂട്ടിലാക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആണ്. പിന്നെ ഞാൻ തമ്പനയില് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ മുന്നേ താമസിച്ചിരുന്ന ഒരു വീടിന്റെ അടുത്തുള്ള ഒരു ചേച്ചി, അവര് എന്നോട് ചോദിച്ചതാണ്,
പിന്നെ അവർക്ക് പൂച്ചകളെ നായ്ക്കളെയൊക്കെ ഇഷ്ടമാണ്. പക്ഷെ പൂച്ചകളും നായ്ക്കളൊക്കെ ഭംഗിയുള്ളവരായിരിക്കണം, വെളുത്തവരായിരിക്കണം. അപ്പൊ എന്റെ കയ്യില് എല്ലാ സൈസും ഉണ്ട്. അപ്പൊ അവരെന്നോട് ചോദിച്ചതാണ്, വെളുത്തവരെ മാത്രം വെച്ചിട്ട് ആ കറുത്തതിനെയും ഈ ചൊറി പിടിച്ചതുപോലെയുള്ളവന്മാരെയൊക്കെ മുഖമൊക്കെ ഒരുമാതിരി ഒരു അവജ്ഞയോട് കൂടി വെച്ചിട്ടാണ് ഇവര് ചോദിക്കുന്നത്, അതിനെയൊക്കെ കൊണ്ടുപോയി കളഞ്ഞൂടെ എന്നുള്ളത്. അപ്പൊ അന്ന് സത്യഭാമയുടെ വിഷയമൊക്കെ അങ്ങനെ കത്തി നിൽക്കുന്ന സമയമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ അവരോട് ചോദിക്കാൻ വരികയായിരുന്നു. അതിൻ്റെ അകത്തുള്ളൊരു ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ചോദിച്ച ചേച്ചി കല്യാണം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങളായിട്ടും അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പൊ അവര് അതിന്റെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കണേണ്. അപ്പൊ ഞാൻ ഇവരോട് ഇങ്ങനെ ചോദിക്കാൻ ഇങ്ങനെ എന്റെ നാക്കീന്ന് ഇങ്ങനെ വരികയാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, വെറുതെ അല്ല നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവാതിരുന്നത്. ഉണ്ടാവുന്ന കുട്ടി എങ്ങാനും കറുത്തു പോയിട്ടുണ്ടെങ്കിൽ അതിനെ കൊണ്ടുപോയി കളയുമല്ലോ, നിങ്ങൾ അതിനെ കൊണ്ടുപോയി കളയുമല്ലോ എന്ന് പേടിച്ചിട്ടാണ് പടച്ചോൻ നിങ്ങൾക്ക് കുഞ്ഞിനെ തരാഞ്ഞെന്നുള്ളത് ചോദിക്കാൻ വേണ്ടിയിട്ട് എന്റെ നാക്കിന്റെ അറ്റത്ത് നിന്ന് ഇങ്ങനെ വീണോണ്ടിരിക്കുകയാണ്. ആ വീണതിനെ പിന്നെ ഞാൻ എടുത്ത് വായിക്കാത്തോട്ട് തന്നെ വെക്കുക. കാരണം അത് ഞാൻ അന്നത് പറഞ്ഞിരുന്നെങ്കിൽ അവർക്കത് എന്തോരം ഹേർട്ട് ആവും എന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം. പക്ഷെ അവരാ ചോദിച്ച ചോദ്യത്തിന് തിരിച്ച് അങ്ങനെ ഒരു മറുപടി പറയാനാണ് എനിക്ക് ആ സമയത്ത് വന്നത്. പക്ഷെ എന്തോ എന്റെ ആ ഒരു അന്നത്തെ ആ ഒരു സംയമനം കൊണ്ട് ഞാനത് പറഞ്ഞില്ല. പക്ഷെ പിന്നെയും പിന്നെ അവരെന്തെങ്കിലുമൊക്കെ ചൊറിഞ്ഞോണ്ടിരുന്നെങ്കിൽ ചിലപ്പോ ഞാനത് പറഞ്ഞു പോയേനെ. പക്ഷെ അങ്ങനെ പറയാതിരുന്നത് നന്നായി എന്നുള്ളത് ഇന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് കേട്ടോ. കാരണം അങ്ങനെ എങ്ങാനും ഞാനത് പറഞ്ഞു പോയിരുന്നെങ്കിൽ അവർക്കും ഭയങ്കര വിഷമാവുമായിരുന്നു. ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്കും വിഷമാവുമായിരുന്നു. പറയാൻ വേണ്ടി പറഞ്ഞതല്ല, പക്ഷെ അവരുടെ അന്നത്തെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനും പിന്നെ ഇവരെയൊക്കെ ഇങ്ങനെ ഈ കളറിന്റെ പേരിൽ ഇങ്ങനെ തിരിച്ച് കാണുന്നതൊക്കെ അങ്ങനെയൊക്കെ കേട്ടപ്പോ അങ്ങനെ വന്നു പോയതാണ്.